ഹലോ. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ അടുത്ത ടോപ്പിക്കാണ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചായിരുന്നു അല്ലെ. നമുക്ക് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ വ്യക്തമാണ്. എന്താണ്? ഈ ഭാഗത്ത് മൂവിംഗ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് മൂവിംഗ് അയൺ ആണ്. അയൺ ആണ് ഈ ഭാഗത്ത് മൂവ് ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, അതായത് മെഷറിംഗിന് വേണ്ടിയിട്ട് നമ്മൾ മൂവിംഗ് അയൺ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. മെഷറിംഗ് ക്വാണ്ടിറ്റി ഏതോ ആയിക്കോട്ടെ, വോൾട്ടേജോ കറണ്ടോ ഏതോ ആയിക്കോട്ടെ, അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിലെ മൂവിംഗ് എലമെന്റ് അയൺ ആണെങ്കിൽ നമ്മൾ അതിന് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. ഓക്കെ, നമുക്ക് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റും രണ്ടാമത്തത് റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റും. അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഭാഗങ്ങളും ഇതൊക്കെ നോക്കാം. അതിന് മുന്നേ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താന്ന് നോക്കാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്. മാഗ്നറ്റിക് അട്രാക്ഷൻ ആൻഡ് മാഗ്നറ്റിക് റിപ്പൽഷൻ ആണ് ഈ ഭാഗത്ത് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് മാഗ്നറ്റിക് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിലെ അട്രാക്ഷൻ ടൈപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗങ്ങൾ. ഓക്കെ, ഇതില് ഒരു സിലിണ്ടറിക്കൽ ഷേപ്ഡ് കോയിൽ വരുന്നുണ്ട്. അത് സ്റ്റേഷനറി ആണ്. സിലിണ്ടറിക്കൽ ഷേപ്ഡ് കോയിൽ, അത് ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പർ കോയിലാണത്. ഓക്കെ, ദെൻ ഒരു സോഫ്റ്റ് അയണിന്റെ ഒരു വെയിന് അല്ലെങ്കിൽ ഒരു ഡിസ്ക്, സോഫ്റ്റ് അയൺ വെയിൻ ഓർ ഡിസ്ക്, ദെൻ സ്പിൻഡില്, അതേപോലെ തന്നെ ഡയല്, ഗ്രാജുവേറ്റഡ് ഡയൽ, ദെൻ ഒരു പോയിന്റർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഇത്രയും ഭാഗങ്ങളാണ്. പിന്നെ അതിൽ ഡിഫ്ലക്ഷൻ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്, അതേപോലെ തന്നെ കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ സ്പിൻഡില് ഒരു ജ്വൽഡ് ബിയറിംഗ്സിലാണ്, ജ്വൽഡ് പിവറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് യഥേഷ്ടം മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിന്റെ ഭാഗങ്ങളായിട്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളായിട്ട് വരുന്നത്. നമുക്ക് ഇനി അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗും നോക്കാം. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് അതിന്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഈ ഇൻസ്ട്രുമെന്റ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ, അതായത് സപ്ലൈ കൊടുത്തതിന് ശേഷം ഈ സിലിണ്ടറിക്കൽ കോയിൽ എന്താവും? മാഗ്നറ്റൈസ്ഡ് ആവും അല്ലെ. ഇത് ഒരു കോയിലാണ്. അപ്പൊ അതിലെ കൂടെ എന്ത് ചെയ്യും? ഇലക്ട്രോ മാഗ്നറ്റ് ആവും. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കോയിൽ കൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അത് അതിന്റെ മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യും. ഇത്തരത്തിലുള്ള കോയിലാണ് നമ്മൾ എന്ത് പറയാ? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും അല്ലെ. അപ്പോ ഇതിലെ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പിന്നെന്താണ്, കോയിലിലേക്ക് സപ്ലൈ കിട്ടുമ്പോൾ അത് മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ അതിനോട് ഫിഗറിൽ നോക്കണം, അതിനോട് ബന്ധപ്പെട്ടിട്ടാണ്, അതായത് അതിന്റെ ഇടയിൽ കണ്ടോ ഒരു എയർ ഗ്യാപ്പ് ഉണ്ട്. ആ കോയിലിന്റെ ഉള്ളില് ഒരു എയർ ഗ്യാപ്പ് ഉണ്ട്. ആ എയർ ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? സ്പിൻഡിൽ വെച്ചിരിക്കുന്നത് അല്ലെ. ആ സ്പിൻഡിലിനോട് കണക്ട് ചെയ്തിട്ട് പിന്നെ ഈ സിലിണ്ടറിക്കൽ കോയിലിന്റെ കുറച്ച് മുകളിലായിട്ടല്ലേ നമ്മുടെ ഈ സോഫ്റ്റ് വെയിൻ വെച്ചിരിക്കുന്നത്, സോഫ്റ്റ് അയണിന്റെ വെയിൻ വെച്ചിരിക്കുന്നത്. അതുമായിട്ട് കുറച്ച് കണക്ട് ആയിട്ടാണ് നമ്മളുടെ നീഡിൽ അതിൽ കാണുന്നത് അല്ലെ. അപ്പോൾ ഇതാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. ഈ സർക്യൂട്ടിൽ സപ്ലൈ കിട്ടിയതിന് ശേഷം നമ്മുടെ ഈ പിന്നെന്താ നമ്മുടെ കോയിലില് സപ്ലൈ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ സോഫ്റ്റ് അയൺ പീസിനെ അതിങ്ങോട്ട് അട്രാക്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് അയണിനെ അതിനെ അട്രാക്ട് ചെയ്യില്ലേ. അട്രാക്ട് ചെയ്യുമ്പോൾ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഈ സ്പിൻഡിലും എന്താവും? ജസ്റ്റ് ഒന്ന് മൂവ് ആവും. സോ അതില് വന്ന സപ്ലൈക്ക് അനുസരിച്ച് നമ്മുടെ പോയിന്റർ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. അതായത് ആ പോയിന്ററിന്റെ ഡിഫ്ലക്ഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇതിൽ പ്രൊഡ്യൂസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുക? തീർച്ചയായിട്ടും അതിൽ കൂടെ കടന്നു പോകുന്ന കറന്റിനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുക അല്ലെ. പിന്നെ നമ്മൾ ഈ സോഫ്റ്റ് അയൺ പീസ് ഉപയോഗിക്കാൻ വേറൊരു കാരണവും കൂടി ഉണ്ട്. കാരണം എന്താണ്? സോഫ്റ്റ് അയൺ പീസ് റിലക്റ്റൻസ് കുറയ്ക്കും. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അറിയാലോ. അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു വസ്തുവിന്റെ ടെൻഡൻസിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിലക്റ്റൻസ് എന്ന് പറയാം അല്ലെ. അപ്പൊ ആ റിലക്റ്റൻസ് കുറയുമ്പോ എന്തുണ്ടാവുക, ഈ മാഗ്നറ്റിക് കൂടെ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവും, കൂടുതൽ കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, മാഗ്നറ്റിക് മൂവിംഗ് കോയിൽ അയണിന്റെ വർക്കിംഗ് വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ളത്. ഓക്കെ, അടുത്തത് നമുക്ക് റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് മനസ്സിലാക്കാം. റിപ്പൾഷൻ ടൈപ്പിന്റെ വർക്കിങ്ങും അതേപോലെ തന്നെ അട്രാക്ഷൻ ടൈപ്പിന്റേതിനോട് തുല്യമാണ്. അട്രാക്ഷൻ ടൈപ്പിന്റെ കമ്പോണൻസ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവും നമുക്ക് അടുത്ത ഭാഗവും. ഇതിലെ ഒരേ ഒരു വ്യത്യാസമുള്ളൂ, നമ്മൾ ഇവിടെ രണ്ട് സോഫ്റ്റ് അയണിന്റെ രണ്ട് ഡിസ്കുകൾ അല്ലെങ്കിൽ വെയിനുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫിഗറിൽ ശ്രദ്ധിക്കണം, രണ്ട് വെയിനുകൾ നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ കോയിലിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തതാണെങ്കിൽ ഫിഗറിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രണ്ടാമത്തത് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ആ സ്പിൻഡിലാണ് അല്ലെ. ആ സ്പിൻഡിലാണ് രണ്ടാമത്തെ ഫീൽഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ നീഡിൽ എവിടെയാവും കണക്ട് ചെയ്യുക, തീർച്ചയായിട്ടും ഒന്ന് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഭാഗമാണ്, മറ്റേത് മൂവബിൾ പാർട്ടാണ്. സോ നമ്മൾ നീഡിൽ എപ്പോഴും മൂവബിൾ പാർട്ടിലല്ലേ കണക്ട് ചെയ്യുക. അതുകൊണ്ട് നീഡിൽ മൂവബിൾ ആയിട്ടുള്ള ആ സ്പിൻഡിലിന്റെ അടുത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റിപ്പൽഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇവിടെ ഈ കോയില് സപ്ലൈ വരുമ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഈ രണ്ട് വെയിനും ഒരേ മാഗ്നറ്റിക് ഫീൽഡിലാവുമ്പോ നമ്മള് റിപ്പൽഷന്റെ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അതായത് രണ്ട് നോർത്ത് പോളുകൾ അടുത്ത് വരികയോ രണ്ട് സൗത്ത് പോളുകൾ അടുത്ത് വരികയോ അത് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, അത് റിപ്പൽ ചെയ്യും അല്ലെ. അതേപോലെ തന്നെ ഈ രണ്ട് മെറ്റൽ പീസ് സെയിം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചതുകൊണ്ട് സെയിം പോളാരിറ്റി വരികയും അവ റിപ്പൽ ചെയ്യുകയും ചെയ്യും. രണ്ടും ഒരേ മാഗ്നറ്റിക് ഫീൽഡിലല്ലേ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അപ്പോ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നീഡിൽ എന്ത് ചെയ്യും, മൂവ് ചെയ്ത് അതിൽ പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന് അനുസരിച്ചുള്ള ഒരു റീഡിങ് അതവിടെ കാണിക്കും. ഓക്കെ, ഗ്രാജുവേറ്റഡ് സ്കെയിലില് കൃത്യമായിട്ടുള്ള ഒരു റീഡിങ് കാണിക്കും. ഇതാണ് നമ്മളുടെ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് റിപ്പൽഷൻ ടൈപ്പിന്റെ വർക്കിംഗ്. വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഇതിന് എന്തെങ്കിലും രീതിയിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടോ ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ളത് പഠിച്ചെടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിനെ അപേക്ഷിച്ച് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റിന് വില കുറവാണ്. അതൊരു നല്ല അഡ്വാൻറ്റേജ് അല്ലേ. അതേപോലെ തന്നെ വേറെ ഒന്നെന്താന്ന് വെച്ചാൽ ഇത് ഈ MI ഇൻസ്ട്രുമെന്റ് നമുക്ക് രണ്ടെണ്ണത്തിലും, അതായത് AC-യിലും DC-യിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മെഷർമെന്റ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇതിന്റെ ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും ഡയറക്ഷൻ ഓഫ് കറന്റിനെ അല്ല, മറിച്ച് പിന്നെ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡയറക്ഷൻ ഓഫ് കറന്റിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് AC-യിലും DC-യിലും ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു എങ്കിലും DC-യിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ. പിന്നെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് ഇതിന് കുറച്ചും കൂടി ഓവർലോഡ് വന്നാൽ കുറച്ചും കൂടി ഫ്യൂ ടൈംസും കൂടി അതിന് താങ്ങാൻ പറ്റും. മറ്റേ മൂവിംഗ് കോയിലിന് അത്രയും ഓവർലോഡ് വന്നാൽ ഒട്ടും താങ്ങാൻ പറ്റില്ല. ഇതിലാണെങ്കിൽ കുറച്ചും കൂടി നേരം അതിന് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാവുന്നത്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാ പറയാൻ പറ്റുക? തീർച്ചയായിട്ടും ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ഒന്നാമത് അതിന്റെ സ്കെയില് വളരെ കറക്റ്റ് അല്ല. അതായത് യൂണിഫോം സ്കെയിൽ അല്ല. മറ്റേതിലാണെങ്കിൽ നല്ല യൂണിഫോം സ്കെയിലായിരുന്നു, ഇതിലാണെങ്കിൽ യൂണിഫോം സ്കെയിൽ അല്ല നമുക്ക് കിട്ടുന്നത്. അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല്. പിന്നെ പവർ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിന്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ എങ്ങനെയാണ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല അല്ലെ. അപ്പൊ ഒരു മൂവിംഗ് സിസ്റ്റത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള 3 ടോർക്കുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? ഡിഫ്ലക്ഷൻ ടോർക്ക്,
കൺട്രോളിംഗ് ടോർക്ക്, അതേപോലെ തന്നെ ഡാമ്പിംഗ് ടോർക്ക്. ഈ ടോർക്കുകൾ ഇവിടെ എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ല. തീർച്ചയായിട്ടും ഡിഫ്ലക്ഷൻ ടോർക്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ നീഡിലിനെ മൂവ് ചെയ്യാനല്ലേ. അപ്പോൾ ഡിഫ്ലക്ഷൻ ടോർക്ക് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ക്ലാസ്സിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് കൺട്രോളിംഗ് ടോർക്ക് കിട്ടാൻ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? ഗ്രാവിറ്റി കൺട്രോൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രാവിറ്റി കൺട്രോൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നീഡില് മൂവ് ചെയ്ത് ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതിനെ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മറ്റേ പൊസിഷനിലേക്ക് വരണം, അല്ലെ? ആദ്യത്തെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് വരണം. ഇവിടെ ഡാമ്പിംഗ് ടോർക്ക് ഉപയോഗിച്ചത് ഗ്രാവിറ്റി കൺട്രോൾ ഉപയോഗിച്ചത് കാരണം അതിന്റെ അടിയിലുള്ള ആ ബാലൻസ് വെയിറ്റ് ഇല്ലേ, ആ ബാലൻസ് വെയിറ്റ് അഡ്ജസ്റ്റ് ആവുന്നത് കാരണം എന്ത് ചെയ്യും? ഇതേ പൊസിഷനിലേക്ക് തന്നെ, കറക്റ്റ് ആയിട്ടുള്ള ആ 0 പൊസിഷനിലേക്ക് തന്നെ വരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഈ പൊസിഷനിൽ അതിനൊരു അട്രാക്ഷൻ വരുന്നുണ്ട്, അല്ലെ? അപ്പൊ വെയിറ്റ് കറക്റ്റ് ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കറക്റ്റ് 0യിലേക്ക് വരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. അങ്ങനെ കൺട്രോളിംഗ് ടോർക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? ഗ്രാവിറ്റി കൺട്രോൾ ആണ്. ദെൻ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പിന്നെ അതിന്റെ ഡാമ്പിംഗ് കൺട്രോൾ ആണ്. ഇവിടെ നമ്മൾ മൂവിംഗ് കോയിലാണെങ്കിലും നമ്മൾ ഏതാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? എഡി കറന്റ് ഡാമ്പിംഗ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഒരു കമ്പാരിസൺ ആണ് ഇനി കൊടുക്കുന്നത്. മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റും മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ കമ്പാരിസണിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ MC ഇൻസ്ട്രുമെന്റും MI ഇൻസ്ട്രുമെന്റും തമ്മിലുള്ള കമ്പാരിസണിൽ MC ഇൻസ്ട്രുമെന്റിലാണെങ്കിലും നമ്മൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? പെർമനന്റ് മാഗ്നറ്റ് ആണ്, അല്ലെ? എന്നാൽ MI ഇൻസ്ട്രുമെന്റിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ MC ഇൻസ്ട്രുമെന്റ് നമ്മൾ DC മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. MI ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് DC-യും AC-യും മെഷർ ചെയ്യാൻ പറ്റും. ദെൻ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ MC ഇൻസ്ട്രുമെന്റിൽ എഡി കറന്റ് ഡാമ്പിംഗ് ആണ്, എന്നാൽ MI ഇൻസ്ട്രുമെന്റിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ MC ഇൻസ്ട്രുമെന്റിൽ നമുക്ക് യൂണിഫോം സ്കെയിലാണ് ഉണ്ടാവുക, എന്നാൽ MI ഇൻസ്ട്രുമെന്റിലാണെങ്കിൽ നോൺ യൂണിഫോം സ്കെയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് MC ഇൻസ്ട്രുമെന്റിൽ ആക്യുറേറ്റ് ടോർക്ക് ആയിരിക്കും ഉണ്ടാവുക. MI ഇൻസ്ട്രുമെന്റിലാണെങ്കിൽ ടോർക്ക് ഇൻസഫിഷ്യൻ്റ് ആണ്, അത്ര പോരാ. ദെൻ അടുത്തത് MC ഇൻസ്ട്രുമെന്റ് ലോ പവർ ആണ് യൂസ് ചെയ്യുന്നത്. MI ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ കുറച്ചുകൂടെ പവർ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ പവർ ലോസ് ഉണ്ടാവും. മറ്റേ അടുത്തത് ഈ MC ഇൻസ്ട്രുമെന്റിൽ സെൻസിറ്റിവിറ്റി കൂടുതലാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. മറ്റേതാണെങ്കിൽ സെൻസിറ്റിവിറ്റി കുറച്ച് കുറവാണ്. ദെൻ MC ഇൻസ്ട്രുമെന്റ് കോസ്റ്റ്ലി ആണ്, മറ്റേത് ചീപ്പാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിന്റെ കമ്പാരിസണിൽ പറയാനുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം നോക്കാം. താങ്ക് യു.